ആലപ്പുഴ രൂപതയിൽ സമ്പൂർണ്ണ കന്യകാത്വ സമർപ്പണത്തിന്റെ പുതിയ ശുശ്രൂഷയ്ക്ക് ഓർഡർ ഓഫ് ദി കോൺസെക്രേറ്റഡ് വെർജിൻസ് രൂപതാധ്യക്ഷൻ അഭിമന്യ ജെയിംസ് ആനാപ്പറമ്പിൽ പിതാവ് തുടക്കം കുറിച്ചു. കലവൂർ ലിറ്റിൽ ഫ്ലവർ ഇടവകാംഗവും കൃപാസന മീഡിയ പബ്ലിക്കേഷൻ സെക്രട്ടറിയുമായ ജോമോളിനെ 2025 നവംബർ 21 പരിശുദ്ധ ദൈവമാതാവിന്റെ സമർപ്പണ തിരുനാളിൽ ക്രിസ്തുവിന്റെ മണവാട്ടിയും സമ്പൂർണ്ണ സമർപ്പിത കന്യകയുമായി അവരോധിച്ചു. 2012 കൃപാസനത്തിൽ വെച്ച് കൂടിയ മരിയൻ തപസ് ധ്യാനത്തിലാണ് ഒരു മരിയൻ മിഷണറിയായി സ്വജീവിതം സമർപ്പിക്കുന്നതിനുള്ള ആന്തരിക പ്രചോദനവും ദൈവവിളിയും ജോമോൾക്ക് ലഭിക്കുന്നത്. തുടർന്ന് കൃപാസനം സ്ഥാപക ഡയറക്ടർ ഫാദർ ഡോക്ടർ VP ജോസഫ് എലിയവീട്ടിലിന്റെ ആത്മീയ ശിക്ഷണത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനാ ടീമംഗമായും കൃപാസനം സാമൂഹിക മാധ്യമങ്ങളുടെയും പ്രസിദ്ധീകരണങ്ങളുടെയും ചുമതലയുള്ള സെക്രട്ടറിയായും മരിയൻ ഉടമ്പടി ധ്യാനങ്ങളുടെ സഹശുശ്രൂഷകയായും സേവനം ചെയ്തുവരുന്നു. ഇക്കാലയളവിൽ തന്നെ MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും MBA പഠനം പൂർത്തിയാക്കുകയും മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും സോഷ്യോളജിയിൽ MAയും ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷനിൽ PG ഡിപ്ലോമയും നേടി. 2024 കളമശ്ശേരി ജ്യോതിർഭവനിൽ നിന്നും BTH പഠനം പൂർത്തിയാക്കിയ ജോമോൾ ഇപ്പോൾ ആലുവ പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബിബ്ലിക്കൽ തിയോളജിയിൽ ബിരുദാനന്തര ബിരുദ പഠനം നടത്തുന്നു. 2004 ഡിസംബർ 7 കൃപാസനത്തിൽ സംഭവിച്ച മരിയൻ പ്രത്യക്ഷീകരണത്തെ ലോകമെങ്ങും പ്രചരിപ്പിക്കുന്നതിനുള്ള പ്രേഷിത പ്രവർത്തനത്തിൽ സ്വയം സമർപ്പിച്ചിരിക്കുന്ന ജോമോൾക്ക് ദൈവപിതാവും ഈശോനാഥനും പരിശുദ്ധാത്മ സഹായകനും പരിശുദ്ധ അമ്മയും ചേർന്ന് നൽകുന്ന അമൂല്യ സമ്മാനമാണ് കോൺസിക്രേറ്റഡ് വെർജിൻ എന്ന ഈ സവിശേഷ ജീവിതക്രമം. ആലപ്പുഴയിലുള്ള തിരുഹൃദയ സെമിനാരി ചാപ്പലിൽ വെച്ച് നടന്ന തിരുക്കർമ്മത്തിൽ ആലപ്പുഴ രൂപതാ മെത്രാൻ റവറന്റ് ഡോക്ടർ ജെയിംസ് ആനാപ്പറമ്പിൽ പിതാവ് തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൃപാസനം ഡയറക്ടറും ജോമോളുടെ മാർഗദർശകനുമായ ഫാദർ ഡോക്ടർ VP ജോസഫ് വെലിയവീട്ടിൽ അവരോധന കർമ്മത്തിനായി അർത്തിനിയെ പേരുചൊല്ലി വിളിച്ചു. ആത്മീയ പരിശീലക വെരി റവറന്റ് സിസ്റ്റർ മാർഗരറ്റ് പീറ്റർ സഹയാത്രികയായി. വിവേകമതിയായ കന്യകയെപ്പോലെ കത്തിച്ച ദീപവുമായി മുന്നോട്ട് വന്ന അർത്തിനിയെ സ്വാഗതം ചെയ്തുകൊണ്ട് മെത്രാൻ സുവിശേഷോപദേശം നൽകി. തുടർന്ന് അർത്തിനിയുടെ സന്നദ്ധത പരിശോധിച്ചതിനു ശേഷം സർവ്വവിശുദ്ധരുടെയും മധ്യസ്ഥം തേടി ലുത്തിനിയ ആലപിച്ചു. സന്നദ്ധത സ്ഥിരീകരിച്ചതിനു ശേഷം കാർമികൻ പ്രതിഷ്ഠാപന പ്രാർത്ഥന ചൊല്ലുകയും ക്രിസ്തുവിന്റെ മണവാട്ടി എന്ന വിശ്വസ്ത ബന്ധത്തിന്റെ അടയാളമായി മോതിരവും ശിരോവസ്ത്രവും അണിയിക്കുകയും ചെയ്തു. സർവ്വലോകത്തിന്റെയും രക്ഷയ്ക്കു വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നതിന് സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനാ പുസ്തകം ലിറ്റർജി ഓഫ് അവേഴ്സ് പിതാവ് കൈമാറി. രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോയ് പുത്തൻവീട്ടിൽ, ജുഡീഷ്യൽ വികാർ ഡോക്ടർ യേശുദാസ് കാട്ടുങ്കൽ തയ്യിൽ, ചാൻസലർ ഫാദർ ജൂഡ് കൊണ്ടപ്പശ്ശേരിയിൽ, എപ്പിസ്കോപ്പൽ വികാർ ഫോർ റിലീജിയസ് ഫാദർ സൈമൺ കുരിശിങ്കൽ, BCC ഡയറക്ടർ ഫാദർ ജോൺസൺ പുത്തൻവീട്ടിൽ, ഫാമിലി മിനിസ്ട്രി ഡയറക്ടർ ഫാദർ ജോയ് അറയ്ക്കൽ, ഫാദർ ജോസ് ലാഡ് കോയിൽപ്പറമ്പിൽ, ഫാദർ ക്രിസ്റ്റഫർ M അർത്തശ്ശേരിയിൽ, ഫാദർ ബെർലി വേലിയംഗം, ഫാദർ ഇഗ്നേഷ്യസ് ചുള്ളിക്കൽ, ഫാദർ ജോസഫ് അൽഫോൺസ്, ഫാദർ അലക്സ് കൊച്ചിക്കാരൻ വീട്ടിൽ എന്നിവർ സഹകാർമ്മികരായി.